അപ്പോൾ അടുത്ത അമ്പലം പാവൻ ധാം അല്ലെങ്കിൽ ശീഷ് മഹൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതെന്ന സംഭവം എന്നറിയില്ല, നോക്കാം. ശീഷ് മഹൽ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു പശു ഗോമാത. അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന് നോക്കാം നമുക്ക്. ചെരുപ്പലയിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുളിയിഞ്ചിയുടെ പുതിയൊരു വീഡിയോ ആണ്. ഹരിദ്വാറിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ഒരു അമ്പലം അല്ലെങ്കിൽ ശീഷ് മഹൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കുള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു പുളിയിഞ്ചി. ഇത് ശീഷ് മഹൽ, കണ്ണാടീൻ്റെ ഫുള്ള് കണ്ണാടി കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ. ശീഷ് മഹൽ ഇന്നലത്തെ ആൻറ്റി പറഞ്ഞതാ. എല്ലാം നമ്മൾ എല്ലാം അപ്പുറത്ത് കാണുന്നുള്ളൂ. ഇവിടെ വെച്ചാൽ എല്ലാം കണ്ണാടിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്കൊന്ന് ആൾക്കാർ താമസിക്കുന്ന റൂമും ഉണ്ട് തോന്നുന്നു മുകളിൽ. ഇവിടുത്തെ മെയിൻ എന്ന് വെച്ചാൽ ഇത് റോഡ് സൈഡിലാണ്. നമുക്കിത് അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മളിത് ക്രോസ് ചെയ്ത് പോകും. കാരണം ഇത് പുറമേ നോക്കിയാൽ ഇത് പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. അറിയാത്ത ആൾക്കാർ വന്നാൽ ഇത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. നമ്മൾ ശീഷ് മഹലിൻ്റെ ഉള്ളിൽ കയറി നമ്മളെ കാണാം. വീഡിയോയിൽ ഫുള്ള് ഗ്ലാസ്സാണിത്. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മര്യാദയില്ല ഇവർക്കൊന്നും. പറയും, ഞാൻ ഈ വീഡിയോയിൽ അത് പറയും. കാരണം ഹിന്ദിക്കാർക്കില്ലാത്ത സിവിക് സെൻസിനെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. എത്ര വൃത്തിക്കുള്ള സാധനം ഉണ്ടാക്കി കൊടുത്താലും അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാനോ അവിടെ പെരുമാറാനോ ഇവർക്ക് അറിയില്ല. എന്നെ കാണുന്നുണ്ടോ? സിനിമാറ്റോഗ്രാഫി അല്ല, സോറി. ഇവിടെ മൊത്തം ഗ്ലാസ്സാ. പിന്നെ ഈ ഹരിദ്വാറിലൊക്കെ വരുന്ന ആൾക്കാർ ഹരിദ്വാർ ദർശൻ്റെ സമയത്ത് തീർച്ചയായും പാവൻ ധാമിലേക്കൊക്കെ വരണം. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളെ നാട്ടിലില്ല. ഇതൊരു അമ്പലമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു അമ്പലത്തിൻ്റെ കൂടെ തന്നെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഫുള്ള്. ഇതാ മൊത്തം കണ്ണാടിയാണ് ഇവിടെ. അതിൻ്റെ ഇടക്ക് ഇവർ ദൈവത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ അർജുനൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ. ഫുള്ള് തേര്, ഹനുമാൻ അതാ മുകളിൽ. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് കണ്ണാടി ചില്ലുകൊണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഈ ശീഷ്മഹലിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇതിൻ്റെ അകത്ത് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടത് പോവും. അതൊരു ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് ഗ്ലാസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ശീഷ്മഹലിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.